guys, welcome back to our channel Miracle Crazy Vlogs. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പുതിയ വണ്ടിയിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വണ്ടി എടുത്ത് നമ്മൾ പോകുന്ന ദിവസം. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ചെയ്യുന്നത് വണ്ടി പൂജിക്കാൻ പോവാട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് എവിടേക്കാണ് എന്നൊക്കെ ചെന്നിട്ട് കാണിക്കാം. ഓക്കെ, എല്ലാവരും ഉണ്ട്. ചേട്ടൻ, അമ്മ, ചെന്നമ്മ. വിഷ്ണു നമ്മൾ അച്ഛനും അമ്മയും വരാനായിട്ട് പെരിങ്ങോട്ടരേന്ന് അവർ വരാൻ വെയിറ്റ് ചെയ്യുക. നമ്മൾ കാറി കയറി അവർ ഇപ്പോൾ വരും. ഭക്ഷണം ഞാൻ രമണിയമ്മയെ കൊണ്ട് ആദ്യം പോകുന്നു. അപ്പോൾ ഞങ്ങൾ 3:30 ഇപ്പോൾ കാറിലുണ്ട്. അപ്പോൾ അവർ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അവർ വരട്ടെ, നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിനിയും നെക്സ്റ്റ് പോകുന്നത് ആണ് നമ്മൾ പൂജിക്കാൻ പോകുന്നത്. വേറെ എവിടേക്കല്ല, നമ്മൾ അവണങ്ങാട് വിഷ്ണുമായ ടെമ്പിളിലേക്കാണ് പോകുന്നത്. നമ്മൾ പോകാറുണ്ട്. അപ്പോൾ ഇന്ന് വണ്ടി പൂജിക്കാനും പോകാറുണ്ടെന്നല്ല, എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ദൈവം എന്ന് പറയുന്നത് വിഷ്ണുമായാണ്. പെരിങ്ങോട്ട് വന്നിട്ടുണ്ട്, വരാറുണ്ട്. പക്ഷെ എന്താ നമ്മൾ തന്നെ പോയി പെട്ടതാണ് അവിടെ. പിന്നെ അവിടെ തന്നെ പൂജിക്കാന്ന് വെച്ചു. ഇന്ന് ഇവിടെ വിഷ്ണുമായുടെ പിറന്നാൾ അടക്കണം, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇന്ന് വന്നത്. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഇവിടെ എത്തി. ഇതാണ് നമ്മുടെ അവണങ്ങാട് കളരി. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി ആട്ടോ, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എത്തുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ്, ഒരു മനസ്സിനൊക്കെ നല്ലൊരു ശാന്തത നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ രമണിയമ്മ ഉള്ളതുകൊണ്ട് നമ്മൾ വണ്ടി അകത്തോട്ട് കൊണ്ടുപോകാം കേട്ടോ. കാരണം രമണിയമ്മയ്ക്ക് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് വണ്ടി ഇടുന്ന പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കുറച്ച് ഇത്തിരി ലോങ് ആണ്. അതുകൊണ്ട് നമ്മൾ അകത്തോട്ട് വണ്ടി കൊണ്ടുപോകാൻ കരുതി. അവിടെ ഒത്തിരി നേരം നിർത്താൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് വണ്ടി തിരിച്ചു കൊണ്ടിടാൻ കരുതി. അപ്പോൾ പണ്ടത്തെ ഒരു തറവാടൊക്കെ പോലെ ആട്ടോ അമ്പലം കാണാനായിട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഏലസ് പൂജിച്ചു. സച്ചേട്ടനും രണ്ടമ്മമാരും വണ്ടിയിലുണ്ട്. അച്ഛൻ എന്നെ വെയിറ്റ് ചെയ്തെന്ന്. ഞാൻ ഉഴിഞ്ഞിടാനുണ്ടായിരുന്നു, അപ്പോൾ അതിട്ടിട്ട് വന്നു. വണ്ടി പൂജിച്ചു. അപ്പോൾ നമ്മളിനി വീട്ടിലോട്ട് പോവാം കേട്ടോ. നമ്മുടെ വണ്ടി. ഓക്കെ, നമ്മൾ വീട്ടിലെത്തി. ഇനി നമ്മളൊന്ന് മലയാറ്റൂർ വരെ പോവുകയാണ്. മലയാറ്റൂർ നക്ഷത്ര തടാകം കാണാനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. കോട ബേബി ഫസ്റ്റ് ടൈമാണോ പോകുന്നത്? ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. അച്ചാമ്മേനെ എവിടെ ഞാൻ വാശി എടുപ്പിച്ചത്, അതിൻ്റെ ഞാൻ അടയ്ക്കുന്നത്. അച്ചാമ്മേനെ വാ 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 എന്നും പറഞ്ഞ് പുറകെ കിടക്കാതെ. അവസാനം ഞാൻ അടച്ചപ്പോൾ വരാതൊക്കെ പറഞ്ഞേ. അങ്ങനെ അയ്യോ ഇല്ല, വേറെ കോറ ബേബിനെ കൊണ്ടുപോകണ്ട കേട്ടോ. കോട ബേബിനെ കൊണ്ടുപോകണം കേട്ടോ. അമ്മ ചെയ്താറൊക്കെ സെറ്റായിട്ട്. അച്ഛൻ അവിടെയുണ്ട്, രമണ അവിടെയുണ്ട്, അച്ഛൻ അവിടെയുണ്ട്. ഓക്കെ, പോവാം. അപ്പൊ ഗൈസ്, നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ കമലുവിന്റെ അടുത്താട്ടോ ഗൈസ് എന്ന് പറയും ഗൈസ്. അപ്പൊ നമ്മൾ ഇപ്പോൾ എയർപോർട്ട് റോഡ് എത്തി കണ്ടോ. ഓക്കെ, കോറ ബേബി ഉണ്ട്. കോറ താഴെ എവിടെയോ ഉണ്ട്. കമലു എന്താ പറയാനുള്ളേ? കമലുവിനൊരു ഇൻസ്റ്റാഗ്രാം ഐഡി അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി തട്ടെ, എന്താ അഭിപ്രായം പറ. എനിക്കിപ്പോ അതിനുള്ള സമയമില്ല. സമയം കമലുവിനൊരു
യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നെ പറ്റി എന്താ അഭിപ്രായം? പറ. ഉണ്ടായി പറ. വയസ്സുകാലത്താവുന്നും പറ്റില്ല. വയസ്സുകാലത്ത് വയസ്സായ മുത്തശ്ശിമാരുടെ ഫാൻസ് ഉണ്ട്. പിന്നെ ഇനി എപ്പോഴാ ശരീര അസ്വസ്ഥ അതിന് കൂടുള്ളൂ. ഒരു ചാനലൊക്കെ തുടങ്ങാം നമുക്ക്. തുടങ്ങാം കുക്കിങ്ങും കുറച്ച് ചിറ്റ് വീഡിയോസ് ഒക്കെ ചെയ്യാം. നേരത്തെ നല്ലോണം അത് സാരമില്ല, നമുക്ക് ഒന്നുകൂടി ചെയ്യാം. ഓർമ്മ പുതുക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ അധികം വൈകാതെ തന്നെ കമലുവിന്റെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാ അക്കൗണ്ട് ആയിട്ട് വരുന്നതായിരിക്കും അല്ലേ? വരുന്നോറാ ഉടനെ വരുന്നോറാ വരും, ഉടനെ വരും. ഇന്നലെ ഉണ്ടല്ലോ കമലാശി, ഇന്നലെ പറയണ്ടായേ രാത്രിയപ്പോ സൂര്യൻ വന്നത് ആകാശത്ത്. ഇന്നലെ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നേ. ആ ശരിയായിരിക്കും. ഇന്നലെ രാത്രി സൂര്യൻ വന്നു നിങ്ങളെ കറങ്ങ. ഇന്നലെ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ശരിയാ, സൂര്യനൊക്കെ വരും. ബാക്കി